കർത്താവിന്റെ സ്നേഹം ചിന്തകൾക്കായിട്ട് ഈ സമയം നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നല്ലോ പ്രാർത്ഥിപ്പാനും നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാൻ വരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ കൂട്ടായ്മകളെല്ലാം ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് അനുഭവിച്ചറിയുവാൻ ദൈവയിടയാക്കുന്നല്ലോ. വീണ്ടും നമ്മള് ആലയത്തിൽ ഒന്നിച്ചു കൂടി വരുമ്പോഴും ഭവനങ്ങൾ കൂടി വരുമ്പോഴും ഇങ്ങനെയുള്ള സൂം പ്ലാറ്റ്ഫോമിലൂടെ കൂടി വരുമ്പോഴും ഒക്കെ നമുക്ക് ഒരുപോലെ ആത്മീക അനുഗ്രഹങ്ങളായി തീരുവാൻ എല്ലാ രീതിയിലും ദൈവം തരുന്ന ഏത് ജീവിത സാഹചര്യവും അത് കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ടും നമ്മുടെ ആത്മീക വർദ്ധനായും പ്രയോജനപ്പെടുത്താൻ ദൈവം നമ്മളെ പരിശീലിപ്പിച്ച ഓർത്തെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഒരു ദൈവകൃപ നമ്മുടെ എല്ലാവരുടെ മേലും പകർന്നല്ലോ. നമ്മൾ വളരെ ദൂരസ്ഥരായി ആയിരിക്കും നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് സമീപസ്ഥരായി ഇങ്ങനെ ഒരു മുഖാന്തരം ഒരിക്കലും ഓർക്കാൻ കരുതിയിട്ടും അതുകൊണ്ടാണ് നമ്മൾ പ്രമാണം അങ്ങനെ തന്നെ അത് ചെയ്യുന്നത്. അല്ല എങ്കിൽ കുറച്ചു പേർക്ക് മാത്രമേ അതിനവസ്ഥ ലഭിക്കൂ എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ സൂം പ്ലാറ്റ്ഫോം ഉപേക്ഷിക്കാതെ അത് തുടരുകയും അത് എല്ലാവർക്കും ആത്മീയമായിട്ട് അനുഗ്രഹമായി തീരണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ്. അതുകൊണ്ട് അകലെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒക്കെ ദിവസം പങ്കുവെക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് നമ്മളിൽ ആർക്കും അതൊരു ആത്മീയതയുടെ കുറവായൊന്നും അനുഭവിക്കുന്നില്ല. നമുക്ക് ദൂരത്തും ചാരത്തും ഒക്കെ ആയിരിക്കുമ്പോഴും കർത്താവിന്റെ തിരുസ്ഥാനത്തിലായിരിക്കുന്നത് കൊണ്ട് വളരെ വാഞ്ചിയോടെ ദൈവമക്കളായിരിക്കുന്നത് അതെല്ലാം അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായ അനുഭവമാണ്. അല്ലെങ്കിൽ മനുഷ്യമായിട്ട് ചിന്തിച്ചാൽ ബുദ്ധിമുട്ടായി തോന്നും, കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊരു പ്രയാസമായി തോന്നും. അങ്ങനെ തോന്നാതെ ഇന്ന് വരെ ദൈവം നടത്തിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് കർത്താവ് എന്റെ കരുതലുകളും കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളും അത് ഏറ്റവും വിശ്വസ്തയോടെ പ്രയോജനപ്പെടുത്താൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് വരെ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം നമ്മൾ ചിന്തിച്ചു. തെസ്സലോനിക്കർ 2-ാം ലേഖനം ചിന്തിക്കുവാൻ ഉള്ള ആഗ്രഹത്തിലാണ് ആയിരിക്കുന്നത്. അപ്പം നമ്മള് ദൈവത്തിന്റെ ആ പദ്ധതികളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെയും ക്രമീകരിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവൻ നയിച്ചുകൊണ്ട് സംഭവങ്ങൾ കേൾക്കുമ്പോഴോ അനർത്ഥങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോഴോ ലോകത്തിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവ വികാസങ്ങളുടെ വാർത്ത നമ്മുടെ കാതുകളിൽ എത്തുമ്പോഴോ പെട്ടെന്ന് നമ്മൾ ചാടി ഉണർന്ന് എന്നാ നന്നായി ജീവിച്ചേക്കാം ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലല്ല തന്റെ മക്കൾ തന്റെ വരവിനായിട്ട് ഒരുങ്ങുന്നത്. അതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാത്തതൊക്കെ കർത്താവിന് വ്യാജമാണ്. നന്നായിട്ട് അറിയാം. കർത്താവിനെ ആർക്കും കബളിപ്പിക്കാൻ പറ്റത്തില്ല. വാർത്തകളുടെയും വർത്തമാനങ്ങളുടെയും പെട്ടെന്ന് കേൾക്കുന്ന ഒരു വികാരത്തിന്റെ വേലിയേറ്റത്തിലും ഒക്കെ ഉണ്ടാകുന്ന ആ തിരത്തള്ളലുകളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭയവും ഒരു തിരിച്ചറിയാൻ കർത്താവിന് അറിയാം. എന്നാൽ ആ ഉടമ്പടി ചെയ്ത തന്നോട് ഉടമ്പടി ചെയ്ത തന്റെ ആ നിർമ്മല കന്യകയായി ജീവിക്കുന്ന സഭ, മണവാട്ടി സഭ, ആ ദൈവമക്കൾ, ആ ശരീരം, ആ കർത്താവിന്റെ ശിരസ്സാകുന്ന കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഓരോ ദിവസവും എങ്ങനെയാണ് വളരെ ആത്മാർത്ഥതയോടെ ദൈവവചനത്തെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നവർ, സുവിശേഷത്തിന്റെ പ്രകാശനം ഹൃദയത്തിൽ ശോഭിച്ചവർ, വെളിച്ചത്തിന്റെ മക്കളായി തീർന്നവർ, ഇനി ഇരുട്ടുമായിട്ട് മുമ്പേ ഇരുളായിരുന്നു ഇനി ഇരുളല്ല, ഇരുളിന്റെ ഒരു നിഷ്ഫല പ്രവൃത്തിയായിട്ടും ഇനി ഞാൻ പങ്കാളിയാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തു വെക്കുന്ന കാൽവെപ്പുകളും ജീവിതവും ജീവിത രീതിയുമാണ് കർത്താവിന്റെ വരവിനുള്ള ഒരുക്കം എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു പ്രത്യേകമായ ഏതാണ്ട് അതല്ല, ദൈനംദിനമായി നമ്മൾ പ്രായോഗികമായി നമ്മുടെ ചുവടുവെപ്പുകൾ, നമ്മുടെ ജീവിതം, അതിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ, ഇതൊക്കെ എന്തുവാണ് നമ്മളെ കർത്താവിന്റെ വേണ്ടി ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വേണേൽ പറയാം, ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടത്, വി കൻ സീ ഇഫ് എ പേഴ്സൺ ഇസ് ചോസൺ ബട്ട് വി കൻ സീ ഇഫ് ദേ ആർ സാങ്ക്ടിഫൈഡ്. ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടു നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റത്തില്ല, കണ്ണുകൊണ്ട്. പക്ഷെ ആ ആൾ വിശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ, വെളിച്ചത്തിന്റെ മക്കൾ വെളിച്ചത്തിൽ ജീവിച്ചാൽ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളാകാതെ വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ചെയ്താൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും ആ വ്യക്തിയിൽ ഒരു വിശുദ്ധീകരണം നടക്കുന്നുണ്ട്. സ്വഭാവത്തിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിന്റെ ശുദ്ധീകരണം. അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ പറയാം, നമ്മൾ എല്ലാത്തിനും കയറി എന്താ പറയണ്ടേ, എല്ലാത്തിലും കയറി പങ്കിടാത്തവരായി ജീവിതത്തിൽ ഒരു വേർപെട്ട് നിൽക്കുന്ന, ദൈവത്താൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷനിലാണത്
റിവീൽ ആകുന്നത്, അല്ലെങ്കിൽ അത് കാണാൻ കഴിയുന്നത്. ചോസനായ ഒരാളെ കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാകത്തില്ല, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ ജീവിത ശൈലി കൊണ്ട് അത് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പാപത്തിന്റെ അനന്തര ഫലത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും നമ്മളെ വിടുവിച്ചെങ്കിൽ നമ്മൾ വീണ്ടും ആ പാപത്തിന്റെ ആ മാലിന്യത്തിൽ ജീവിക്കുവാണെങ്കിൽ ഓർത്തോ, ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ടതിന്റെയും പാപത്തിന്റെ ആ ശക്തിയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിട്ട് പാപ സ്വഭാവത്തെ ജയിക്കാനുള്ള ഒരു അവസരം ഇവിടെ തന്നിട്ട് നമ്മളത് ജയിക്കാതെ നമ്മൾ പൊള്യൂട്ടഡ് ആയാൽ, നമ്മൾ ആ ക്യാരക്ടർ മലിനപ്പെട്ടാൽ, സത്യം പറഞ്ഞാൽ ഈ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെട്ടത് അത്ര വലിയ അനുഗ്രഹമായി പിന്നെ തീരത്തില്ല. അതൊരു വാസ്തവമായ കാര്യമാണ്. പാപത്തിന്റെ അനന്തര ഫലമായ ശിക്ഷാവിധിയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടിട്ട് പാപ സ്വഭാവത്തിന്റെ മാലിന്യത്തിൽ നിന്ന് നാം വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി നോ ബ്ലെസ്സിങ് ഫോർ us. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് പിന്നെ പറയാൻ പറ്റത്തില്ല. അതൊരു അനുഗ്രഹമായി പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ ഇത്രയും വലിയ പ്രാധാന്യം ദൈവം കൊടുക്കുന്നത്. നമുക്ക് എന്ത് ദൈവം ചെയ്തു എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നും ദൈവം നമ്മോട് പറയുന്നു. നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്, പുത്രനിലൂടെ ദൈവം എന്ത് ചെയ്തു എന്ന് ദൈവത്തിന് നന്നായി അറിയാമെന്നുകൊണ്ടാണ് പരിശുദ്ധ ആത്മാവിലൂടെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ദിനംതോറും നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് അതൊരു ബാലൻസ്ഡ് ആകുമ്പോൾ മാത്രമേ ഇതൊക്കെ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തോ ചേരാത്ത ഒരു കാര്യം പറയുന്ന പോലെ ഇരിക്കും. പാപത്തിന്റെ മാലിന്യമുള്ള സ്വഭാവത്തിൽ ഇപ്പോഴും ജീവിക്കുകയും പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും ചെയ്ത് തമ്മിൽ ചേർന്ന് പോകത്തില്ല. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് അവകാശപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഓർപ്പിക്കുന്നത്, നമ്മൾ പങ്കുവെക്കുന്നത് എന്നാ ചോദിച്ചാൽ, നമുക്ക് സാങ്ക്ടിഫിക്കേഷൻ ഒഴിവാക്കാനേ കഴിയത്തില്ല. നമുക്ക് നീതീകരണം പ്രാപിച്ചവർക്ക് വിശ്വാസത്താൽ കൃപയാൽ ക്രിസ്തുയേശു മൂലം നീതീകരണം പ്രാപിച്ചവർക്ക് അതുപോലെ തന്നെ ക്രിസ്തുയേശു മുഖാന്തരം പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും വിശുദ്ധീകരണം പ്രാപിച്ചേ പറ്റൂ. നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോം ആയേ പറ്റൂ. നമ്മുടെ ന്യൂ മാന്റെ ന്യൂ ലൈഫ്, പുതിയ മനുഷ്യന്റെ പുതിയ ജീവിതം വെളിപ്പെട്ടേ പറ്റൂ. അതിന് പറയുന്നതാണ് ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചവർ ഇനി ക്രിസ്തുവിനെ പുറത്ത് കാണിക്കണം. ഇത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചേരാത്ത സാക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആൾക്കാരെ കേട്ടാൽ എന്താ ഈ പറയുന്നത്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ടു, പക്ഷെ എപ്പോഴും പാപത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും വായിലെ വർത്താനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും അവസരം വന്നാൽ അവര് അസഭ്യം പറയും. ഇപ്പോഴും ദേഷ്യം വന്നാൽ, കോപം വന്നാൽ അവര് കഴിഞ്ഞ നാളിൽ പറഞ്ഞ അതേ അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കും. ഇപ്പോഴും അവർക്ക് ഒരാൾ അവരോട് ഒരു കാര്യം ചോദിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ പറ്റത്തില്ല, തരത്തില്ല എന്ന് പറഞ്ഞാൽ പണ്ട് അവരെങ്ങനെയാണോ പിണങ്ങി അതുപോലെ പിണങ്ങും. അപ്പൊ പിന്നെ നമ്മൾ ഈ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിമോചനം പ്രാപിച്ചു, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന ആ അനുഗ്രഹം ഉണ്ടല്ലോ, അതൊരു അനുഗ്രഹമായി അനുഭവപ്പെടത്തില്ല. അത് അനുഭവപ്പെടണമെങ്കിൽ എന്തിനോട് ചേർന്ന് വരണം. അതുകൊണ്ടാണ് നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് നീതീകരണത്തിന് അതിന്റെ മഹത്വം ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, അതെ, നമ്മുടെ ആ സ്വഭാവത്തിൽ നമ്മൾ പൊള്യൂട്ടഡ് ആകാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ മാലിന്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. മാലിന്യപ്പെട്ടിടാതെ ഓടിടുക, മണവാളൻ വരവേറ്റം അടുത്തുപോയി. അപ്പൊ മാലിന്യപ്പെടാത്ത ആ ജീവിതത്തിന് പറയുന്ന പേരാണ് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം. അപ്പൊ ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ ആവർത്തിച്ച് ലേഖനം പഠിക്കുമ്പോൾ മടുത്തു പോകാതിരിക്കാനാണ് ഞാൻ വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലേഖന പഠനങ്ങളിലൂടെ ഓരോ ദിവസവും അല്പം പ്രയാസമായി നമുക്ക് തോന്നിയാലും ഒരു കാര്യം സംഭവിച്ചിരിക്കും, നമ്മളുടെ വിശുദ്ധീകരണം നടന്നിരിക്കും. കാരണം ദൈവവചനത്താൽ അത് സംഭവിക്കും. ആരൊക്കെ ദൈവവചനത്തിന് മുമ്പിൽ വിധേയപ്പെടുന്നോ, ആരൊക്കെ ആ പാല് മാത്രം ഭക്ഷിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് കട്ടിയായുള്ള ആഹാരം ഭക്ഷിപ്പാൻ ആരൊക്കെ കാലുകൾ മുൻപോട്ട് വെക്കുന്നോ, ആരൊക്കെ അതിനുവേണ്ടി ഒരുങ്ങുന്നോ, അവർക്കുണ്ടാകുന്ന ഫലം എന്ന് ചോദിച്ചാൽ ആ നീതീകരിക്കപ്പെട്ടവർക്ക് വിശുദ്ധീകരണം എന്ന ഫലം. പിന്നെ വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ മഹാസംഭവം ഗ്ലോറിഫിക്കേഷൻ. അവരെ തേജസ്കരിക്കുന്ന
അവരുടെ ട്രാൻസ്ഫോംഡ് ബോഡിയിലേക്ക്, സ്വർഗീയമായ ആ എന്തുവേണ്ട ഭൗമികത്തിൽ നിന്ന് സ്വർഗീയമായ ശരീരത്തിലേക്ക് അവരെ എക്സോൾട്ട് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യുന്ന ആ മഹാസംഭവം നമുക്ക് പിന്നെ ഒരു ദിവാസ്വപ്നമായിരിക്കത്തില്ല. അത് കേവലം കുറെ അവകാശം പറയുന്ന ആത്മീയതയുടെ ഒരു വേഷമായിരിക്കത്തില്ല. പിന്നെയോ അത് നമ്മുടെ അന്തരാത്മാവിൽ തുടിക്കുന്ന ആ കാത്തിരിക്കുന്ന ഇളകാത്ത പ്രത്യാശയായിരിക്കും. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വമേറിയ ഈ 3 ഘടകങ്ങളെ മാറ്റി നിർത്തി ഒരു വചനത്തെയും ഒരു കൂട്ടായ്മയും നമുക്ക് അല്ലെങ്കിൽ ഒന്നിനെയും നമുക്ക് മുൻപിൽ വെക്കാൻ കഴിയത്തില്ല. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായി അടിസ്ഥാനപരമായി അതെ അതിന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന പ്രധാന 3 കാര്യങ്ങളാണ് നമ്മളുടെ അതേ ജസ്റ്റിഫിക്കേഷനും, 2 നമ്മുടെ സാങ്ക്ടിഫിക്കേഷനും, 3 നമ്മുടെ ഗ്ലോറിഫിക്കേഷനും. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പെന്ന നീതീകരണം, കുറ്റവിമുക്തിയും, 2 സ്വഭാവത്തിന്റെ ശുദ്ധീകരണം എന്ന സാങ്ക്ടിഫിക്കേഷൻ എന്ന വിശുദ്ധീകരണവും, ഇതാ ശരീരത്തിന്റെ വീണ്ടെടുപ്പെന്ന ഗ്ലോറിഫിക്കേഷൻ എന്ന ആ തേജസ്കരണവും ഒഴിവാക്കുന്നെങ്കിൽ നാം ക്രിസ്തീയ ജീവിതം അല്ല നയിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, ഒന്ന് നടക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് അത് പാസ്റ്റർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അതായത് അതിന്റെ അർത്ഥം ഇതാണ്: ആത്മാവ് രക്ഷിക്കപ്പെട്ടു, നമ്മള് ജസ്റ്റിഫൈഡ് ആയി. ഇനിയും പാപത്തിന്റെ ശിക്ഷ ക്രിസ്തുവേശുള്ളവർക്ക് ഇനി ഒരു കണ്ടംനേഷൻ ഇല്ല, ഒരു തരത്തിലും ശിക്ഷാവിധിയില്ല. എന്നാൽ ഇതാ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം നാം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, സാങ്ക്ടിഫിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു, സ്വഭാവത്തിന്റെ രൂപാന്തരം ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീതീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാം ഒരു ദിവസം ഗ്ലോറിഫിക്കേഷനിലേക്ക് കടക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും, തേജസ്കരിക്കപ്പെടും, ക്രിസ്തുയേശുവിനെ പോലെ നാം ആയിത്തീരും. ഈ പ്രക്രിയ മറന്നുകൊണ്ട്, ഈ പ്രത്യാശ മറന്നുകൊണ്ട്, ഈ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ക്രിസ്തീയ ജീവിതമില്ല, ക്രിസ്തീയ ജീവിതമില്ല, ക്രിസ്തീയ ജീവിതമില്ല. ബാക്കി എന്തെല്ലാം അതിന് പകരം വെക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിത ഒടുവിൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ കർത്താവ് യേശു മടങ്ങി വരുമ്പോൾ നാം ലജ്ജിതരാകാനുള്ള, ആകാതിരിക്കാനുള്ള മാർഗം, ഏക മാർഗം നീതീകരണത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കാം. അതൊരു ഹെൽമെറ്റ് പോലെ ശിരസിൽ ധരിക്കുക. കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഞാൻ നീതീകരിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് ശിക്ഷാവിധി ഇല്ലെന്നുള്ള കോൺഫിഡൻസ്, 100% ഉറപ്പോടുകൂടെ ആ രക്ഷയെ ഒരു ഹെൽമെറ്റ് പോലെ ധരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നാം പറയണം, എന്നാൽ അതേ സമയത്ത് ദിനം തോറും ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുക, വിശുദ്ധീകരണം എന്നിൽ നടക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുക്കപ്പെട്ട എന്നെ ആർക്കും കണ്ടാൽ മനസ്സിലാകത്തില്ല, പക്ഷെ എന്നോട് ഇടപെട്ടാൽ മനസ്സിലാകും എന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ട്. അതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനിയും അത് മാത്രം, അതുകൊണ്ട് എന്റെ അനുഗ്രഹം, ഞാൻ അനുഗ്രഹം തന്നെ അവകാശപ്പെടും. കാരണം എന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ അനന്തര ഫലത്തിൽ നിന്ന് എന്നെ വിടുവിച്ചിട്ട്, ഞാനിനി ശിക്ഷയില്ല, എന്നെ ഇനി ദൈവം ശിക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ മുമ്പിൽ പാപത്താൽ മലിനപ്പെട്ട ഒരു ജീവൻ നയിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഇത് തമ്മിൽ ചേർന്ന് പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ട് പാപത്തിന്റെ ശക്തിയിൽ നിന്നും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും ജയം കണ്ടെത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവെന്ന ആദ്യദാനത്തെ അത് ഉള്ളിൽ പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താലും പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണത്താലും ആ ഇൻഡ്വെല്ലിങ്ങും ആ എംപവർമെന്റ് കൊണ്ട് ഞാൻ ഈ ലോകത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ഉയർത്തിക്കൊണ്ട് പങ്കുലമല്ലാത്ത, മാലിന്യപ്പെടാത്ത ഒരു ജീവിതം നയിക്കും. അത് എനിക്ക് സാധ്യമല്ല, പക്ഷെ അത് സാധ്യമാക്കി തരാൻ കർത്താവ് വിശ്വസ്തനാണ്. ആത്മാവിന് സദാ സഹായിയായി കൂടെയുണ്ട്. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തന, കഴിഞ്ഞ ആഴ്ച നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. പക്ഷെ ആ വാക്യം അടർത്തിയെടുത്തിട്ട് എന്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഞാൻ ആയുസ്സുള്ള കാലത്തോളം, രക്ഷിക്കപ്പെട്ട നാൾ തൊട്ട് മരിക്കുന്നത് വരെ, അല്ലെ കർത്താവിന്റെ വരെ ഞാൻ പറയുകയാണ്, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവനത് നിവർത്തിക്കും. അവൻ എന്തുവാ? കർത്താവ് പറഞ്ഞ എന്തുവാ? ദേഹവും ദേഹിയും ആത്മാവും വിശുദ്ധീകരിക്കപ്പെടുവാൻ അപ്പോസ്തലൻ പറഞ്ഞ അനിന്യമായി വെളിപ്പെടണം. അത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. ആരത് നിവർത്തിക്കും? നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. പക്ഷെ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ബോധമില്ലാതെ എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ഒരു ദൈവത്തെ മാത്രമാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ മനസ്സിലാക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ കോൺസിക്വൻസ്, അനന്തരഫലം എന്നാണെന്നറിയാമോ?
ദൈവം പല ആഗ്രഹങ്ങളെ സാധിപ്പിക്കും, ആവശ്യങ്ങളെ സാധിപ്പിക്കും. പക്ഷെ അവന്റെ വരവിങ്കൽ നാം അവന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ, എടുക്കപ്പെടാൻ കഴിയാതെ ലജ്ജിതരായിത്തീരും. അങ്ങനെ ലജ്ജിതരായി തീരാതിരിപ്പാൻ നമുക്ക് ഈ പഠനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പാല് കുടിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇപ്പൊ ഇച്ചിരി കട്ടിയുള്ള ആഹാരം തന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് ഭക്ഷിക്കാം, അത് കൂടുതലായി അത് ദഹിക്കത്തക്കവണ്ണം, അത് ഗ്രഹിക്കത്തക്കവണ്ണം അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ട് സ്പിരിറ്റ് ഓഫ് ഗോഡും വേർഡ് ഓഫ് ഗോഡുമാണ് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ ഏറ്റവും എസെൻഷ്യൽ ആയിരിക്കുന്നത്. അതെ, ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവുമാണ് നമ്മളെ വിശുദ്ധീകരണ പ്രക്രിയയിൽ സഹായിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവുമാണ് ഈ സാങ്ക്ടിഫിക്കേഷനിൽ നമ്മളെ സഹായിക്കുന്ന രണ്ട് വ്യക്തികൾ. ദൈവം അവൻ കർത്താവ് അവൻ വചനമാകുന്നത് പറയുമ്പോൾ തന്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് സ്പിരിറ്റ് ഓഫ് ഗോഡും വേർഡ് ഓഫ് ഗോഡും കൂടെ നമ്മളെ ഏത് പ്രോസസ്സിലേക്ക് നയിക്കുക? സാങ്ക്ടിഫിക്കേഷനിലേക്ക്. ഗ്ലോറിഫിക്കേഷന്റെ കാര്യം അറിയാമല്ലോ. യേശുവിനെ മരിച്ചു എന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ആകയാൽ നിങ്ങളെയും നിങ്ങളുടെ മറ്റേ ശരീരങ്ങളെയും ഉയർപ്പിക്കും. അപ്പൊ ദൈവാത്മാവിന്റെ ശക്തമായ ആ ജസ്റ്റിഫിക്കേഷനിൽ പരിശുദ്ധാത്മാവിന്റെ പാർട്ട്, സാങ്ക്ടിഫിക്കേഷനിലെ പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തം, ഗ്ലോറിഫിക്കേഷനിലെ പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തം എത്ര മഹത്തായ പങ്കാളിത്തമാണ്. അതുകൊണ്ടാണ് ദൈവം ആദ്യദാനമായി, അച്ചാരമായി, ഗ്യാരണ്ടിയായി ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം നമ്മൾ പഠിച്ചു നിർത്തിയപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ദൈവമാണ് അതാണ് ഞാൻ മുമ്പ് ഇപ്പൊ ഒന്നുകൂടെ എടുത്ത് ഞാൻ പറഞ്ഞ ഭാഗം ഇതാണ്. 1 തെസ്സലോനിക്കർ 5-ന്റെ 23-ാമത്തെ വാക്യം, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ, പ്രിസർവ് ചെയ്യപ്പെടുമാറാകട്ടെ. നമുക്കറിയാമല്ലോ, പ്രിസർവ് ചെയ്യുവാൻ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ല. തണുപ്പിൽ നമ്മൾ പ്രിസർവ് ചെയ്യും, ചൂടിൽ നമ്മൾ പ്രിസർവ് ചെയ്യും. സൂക്ഷിക്കാൻ, അതുപോലെ പറയാം സൂക്ഷിക്കപ്പെടുമാറാകട്ടെ എന്ന് വെച്ചാൽ അറിയാം, കേടായി പോകാൻ പാടില്ല, ചീഞ്ഞു പോകാൻ, അഴുകിപ്പോകാൻ പാടില്ല. നമുക്കറിയാം, അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ്. കാര്യങ്ങൾ ഉണക്കി സൂക്ഷിക്കും, കാര്യങ്ങൾ കൂടുതൽ തണുപ്പിൽ സൂക്ഷിക്കും, കൂടുതൽ ചൂടിൽ സൂക്ഷിക്കും. ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, അഴുകിപ്പോകരുത്, കേടായി പോകരുത്. സമയത്ത് എടുത്തു നോക്കുമ്പോൾ അയ്യോ ഇതൊന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾക്ക് വരാതിരിപ്പാൻ നമ്മൾ ബുദ്ധിയുള്ളവരാ, അല്ലെ? നമ്മൾ കാലാകാലങ്ങളായി വിളവെടുക്കുമ്പോൾ അധികം വിളവുള്ളതിനെ ക്ഷാമകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള സകല ഉപാധികളും നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇതുപോലെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ പ്രാണനെയും നിങ്ങളുടെ ആത്മാവിനെയും കേടുകൂടാതെ, അഴുകിപ്പോകാതെ, ലോകത്തിന്റെ മാലിന്യത്തിൽ അകപ്പെട്ടു പോകാതെ, എന്തിനു വേണ്ടിയെന്നറിയാമോ? ഒരു റൈറ്റ് ടൈം, ഒരു ഡ്യൂ ടൈം ഉണ്ട്. നിങ്ങളുടെ ഉടമ്പടി ചെയ്ത നിങ്ങളുടെ പ്രാണപ്രിയൻ വെളിപ്പെടുമ്പോൾ അപ്പോൾ വേണം ഇത് അനിന്യമായി വെളിപ്പെടാൻ. അഴുകിപ്പോകുന്ന, കേടുവരുന്ന, ചീഞ്ഞു പോകുന്ന, കൊള്ളരുതാത്ത, ദുർഗന്ധം വമിക്കുന്ന ഒരു ജീവിതം നയിച്ചിട്ട് പ്രിസർവ് ചെയ്യപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, നാം അനിന്യമായി വെളിപ്പെടണമെങ്കിൽ അത് പ്രാണനും ആത്മാവും നമ്മുടെ ശരീരവും പ്രിസർവ് ചെയ്യപ്പെടണം. അത് സാങ്ക്ടിഫൈ ചെയ്യപ്പെടണം. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ വിളിക്കുന്നവൻ 5:24 വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഏത്? നിങ്ങളുടെ പ്രാണനും ദേഹവും ആത്മാവും ശുദ്ധീകരിച്ച് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുന്ന ആ പ്രോസസ് ആര് നിവർത്തിക്കും? നിങ്ങളെ വിളിച്ചവൻ നിവർത്തിക്കും, അവൻ വിശ്വസ്തന. അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഞങ്ങൾ നേരത്തെയൊക്കെ അങ്ങനെ ചിന്തിച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു, ഇനിയിപ്പോ എന്തൊക്കെയാണോ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തെ മുൻനിർത്തി, യേശുവിനെ മുൻനിർത്തി, വാഗ്ദത്തങ്ങളെ മുൻനിർത്തി, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ എങ്ങനെയൊക്കെ ജീവിതത്തിൽ ഞാനൊരു ദൈവവൈതലാണ്, അതുകൊണ്ട് എനിക്ക് ഇത് ലഭിച്ചു, അതുകൊണ്ട് എനിക്ക് അത് ലഭിക്കും, അതുകൊണ്ട് ദൈവം എന്നെ മറക്കത്തില്ല, എന്റെ കണ്ണുനീരിനെ മറികടക്കത്തില്ല, എന്റെ ജീവിതം ദൈവം ധന്യമാക്കി. നോക്കിയേ, മറ്റുള്ളവരുടെ വ്യത്യാസം കണ്ടോ, എന്റെ വീട് കണ്ടോ, എന്റെ സ്വത്ത് കണ്ടോ, എന്റെ പിള്ളേരെ കണ്ടോ, എന്റെ ജീവിതം എന്നെ മാറി മറിഞ്ഞത് കണ്ടോ എന്ന് തെളിയിക്കാനാണ് എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ.
പലപ്പോഴും പിന്നെ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇനി യേശുവിനെ കുറിച്ച് എന്തിനാ കേൾക്കുന്നെന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവോടൊന്ന് മാറ്റി തന്റെ പദ്ധതി പ്രകാരം ആക്കി തീർത്തോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ വചനം എടുത്ത് എപ്പം നോക്കിയാലും എനിക്ക് എന്ത് കിട്ടുമെന്നല്ല നോക്കുന്നത്, എന്നിലൂടെ കർത്താവിന് എങ്ങനെ എന്റെ ജീവിതത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റും. നേരത്തെ ബൈബിൾ എടുത്ത് ഏത് വാക്യം നോക്കിയാലും എവിടെയാണ് എന്റെ ആഗ്രഹം സഫലമാകുന്ന വാക്യം കിടക്കുന്നത്, എവിടെയാണ് എന്റെ സുരക്ഷിതത്തിനുള്ള വാക്യം കിടക്കുന്നത്, എവിടെയാണ് എന്റെ ആശ്വാസം എപ്പോഴും എന്നിലേക്ക്, ക്രിസ്തീയ ജീവിതം മുഴുവനും എന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു റോങ് ക്രിസ്ത്യൻ മോട്ടീവിൽ നിന്ന്, ലക്ഷ്യത്തിൽ നിന്ന് എവിടെ നോക്കിയാലും ക്രിസ്തുവിന്റെ തേജസ് കാണുന്ന, ക്രിസ്തുവിൽ വിളങ്ങുന്ന ദൈവപ്രതിമയുടെ തേജസ് കാണുന്ന, പരിജ്ഞാനത്തിനെ ജ്ഞാനത്തിനെ വചനങ്ങളെ ദാഹിക്കുന്ന, കർത്താവിന്റെ അരികിൽ എത്തിച്ചേരുവാൻ യോഗ്യമാക്കുന്ന, കർത്താവിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദിശയിലേക്ക് ദൈവം മാറ്റി. വേറെ അങ്ങനെ ആരെങ്കിലും മാറിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, മാറേണ്ട സമയമായി. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുക. അതുകൊണ്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശവും പറയും, പാപത്തിന്റെ മാലിന്യത്തിൽ ജീവിക്കും. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചാൽ എന്ത് പറ്റും? നമ്മളിപ്പോ വായിച്ച ഭാഗം കേടായി പോകും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സാധനം വെച്ചിട്ട് ഒരു ഇത് കഴിയുമ്പോൾ എത്ര നല്ല പൈസ മുടക്കി വെച്ചാണെങ്കിലും, എത്ര ചിക്കൻ ആയാലും കേടാകുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗശൂന്യമെന്ന് കണ്ടാൽ, കേടായാൽ, ചീത്തയായാൽ, പൊള്യൂട്ടഡ് ആയാൽ, കണ്ടാമിനേറ്റഡ് ആയാൽ നമുക്ക് പിന്നെ അത് വായിലേക്ക് എടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, പൊള്യൂട്ടഡ് ആകാത്ത, കണ്ടാമിനേറ്റഡ് ആകാത്ത, മാലിന്യപ്പെടാത്ത ഒരു ജീവിതം. നമ്മുടെ 3 ഘടകങ്ങളായ ശരീരവും ആത്മാവും പ്രാണനും. അതെല്ലാരും വിചാരിക്കുന്നു ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പോ സ്വഭാവം എങ്ങനെയായാലും എന്താ? ശരീരം ആ ചിന്തയിൽ നമ്മളെ മാറ്റിക്കൊണ്ട് ആത്മാവിനെ രക്ഷിച്ചതന്നെ എന്തിനു വേണ്ടിയാ? പ്രാണനെ ഒരുക്കുവാനും ശരീരത്തെ അതെ പാപത്തിൽ നിന്ന് തിരിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ഒരുക്കാനും വേണ്ടിയാ നമ്മളെ രക്ഷിച്ചത്. നമ്മൾ പിന്തിരിഞ്ഞു പോകുവാൻ, ലക്ഷ്യം തെറ്റിപ്പോവാൻ, തലതിരിഞ്ഞു പോവാൻ ഇടവരാതെ നമ്മളെ പ്രിസർവ് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ പ്രിസർവ് ചെയ്യപ്പെടാൻ നമ്മളും ആഗ്രഹിക്കണം. സൂക്ഷിക്കുവാൻ, കാക്കുവാൻ, കർത്താവ് നിവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ അങ്ങ് നിവർത്തിച്ചാട്ട്, അങ്ങയുടെ ഇഷ്ടം സാധിച്ചാട്ട്, ഞാനിതാ അങ്ങയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ് വിധേയപ്പെടുത്തുമ്പോൾ കർത്താവ് തീർച്ചയായും ആ പ്രവൃത്തി നമ്മൾ ചെയ്തെടുത്തോളും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടട്ടെ. നമുക്ക് എല്ലാവർക്കും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നുള്ള ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണെങ്കിലും അതേ സമയത്ത് തന്നെ വിശുദ്ധീകരണത്തിലൂടെ, സ്വഭാവ ശുദ്ധീകരണത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. മാറ്റങ്ങൾ അനിവാര്യമാണ്, രൂപാന്തരം അനിവാര്യമാണ്. അതെ, കട്ടിയുള്ള ആഹാരം ഭക്ഷിക്കേണ്ടത് അനിവാര്യമാണ്, ഒഴിവാക്കാൻ കഴിയത്തില്ല. അതിന് എക്സ്ക്യൂസ് പറ്റത്തില്ല. കാരണം പാലുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അസ്ഥികൾ ഉറയ്ക്കണം, മസിലുകൾ ബലം പ്രാപിക്കണം, നമുക്ക് നടക്കണം, ഓടണം. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനേക പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്, തളർന്നു പോകാതെ മുന്നേറേണ്ടതായിട്ടുണ്ട്. അതിന് കർത്താവ് ഈ ആഹാരം നമുക്ക് തന്നെങ്കിലേ കഴിയത്തുള്ളൂ. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന്റെ എല്ലാ പ്രോസസ്സിലൂടെയും കടന്നു പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അവിടെ അപ്പോഴൊക്കെ മനസ്സിൽ ഓർത്തോണം, ഞാൻ ഒറ്റയ്ക്കല്ല, അവനത് നിവർത്തിക്കും. കർത്താവ് എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. പ്രാണനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ശരീരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ പ്രിസർവ് ചെയ്യുന്ന ദൈവിക പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എപ്പോഴൊക്കെ നിരാശ തോന്നുന്നു, എന്നെ കൂടെ നടക്കത്തില്ല കർത്താവേ എന്ന് ചിന്തിക്കുമ്പോൾ ഈ വാക്യം ഓർമ്മ വരണം, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. കഴിയത്തില്ല കർത്താവേ, എന്റെ ഈ സ്വഭാവം മാറുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല, എന്റെ ഈ കോപം മാറുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല, എന്റെ ഈ പിണക്കങ്ങൾ മാറുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല, പ്രശ്നയുടെ മുമ്പിൽ ഞാൻ തളർന്നു പോകുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വാക്യം ഓർത്തോണം, എന്നെ വിശുദ്ധീകരിക്കില്ല, എന്നെ നീതീകരിച്ച ദൈവം വിശുദ്ധീകരിക്കാൻ പ്രാപ്തന, വിശുദ്ധീകരിക്കുന്ന ദൈവം തേജസ്കരണത്തിലേക്ക് നയിക്കാൻ പ്രാപ്തന. ഞാൻ എന്റെ വാഗ്ദത്തങ്ങളെ ഞാൻ മുറുകെ പിടിക്കുന്നു. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തി. ആരെങ്കിലും പറയുകയാണ് ഇങ്ങനെ പോയാൽ എങ്ങനെയാ? പറയണം, ഞാൻ നിസ്സഹായനാണ്. പക്ഷെ ഈ പ്രക്രിയ കേൾപ്പിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സുള്ളിടത്തോളം കാലം എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിവർത്തി. ഒന്ന് ചിന്തിച്ചു നോക്കിയ ദൈവമക്കളെ, ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്താൽ
ദൈവത്തിൽ തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ആ വചനം ഉൾക്കൊണ്ടിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, അതിമഹത്തായ റിസൾട്ട് ആയിരിക്കും. അത്ഭുതകരമായ ഒരു ഫലമായിരിക്കും അതിൽ പുറപ്പെടുന്നത്. അല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വല്ലാതെ ആടി ഉലഞ്ഞ് പോകുന്നത്. നമുക്ക് അതുകൊണ്ട് ആ വചനങ്ങളെ കേട്ട് അനുസരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. 2 തെസ്സലോനിക്കരിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ചില പ്രാഥമികമായ അമുഖമായ കാര്യങ്ങൾ ഉള്ള സമയത്ത് പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. 2 തെസ്സലോനിക്കർ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. 3 അധ്യായങ്ങൾ മാത്രം അടങ്ങിയ ഒരു ചെറിയ ലേഖനമാണ് ഇത്. അപ്പോസ്തലനായ പൗലോസ് ഈ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ആദ്യത്തെ ലേഖനം എഴുതി ഉടൻ വലിയ താമസമില്ലാതെ AD 51 ഒന്ന് എഴുതി, AD 51 അവസാനമോ 52 വളരെ അടുത്ത കാലത്ത് തന്നെയാണ് ഈ 2ാം ലേഖനവും എഴുതുന്നത്. തിമോത്തിയോസ് തന്നെ വന്നു പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തിമോത്തിയോസിനെ കൊടുത്തു വിട്ടതാകാം എന്ന് തന്നെ കരുതുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2ാം ലേഖനത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡക്റ്റീവായിട്ട് ഒരു പോർഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രധാനമായും 3 പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തലൻ എഴുതുന്ന കത്താണ് 2 തെസ്സലോനിക്കർ. അപ്പം എന്താണ് ആ 3 പ്രശ്നങ്ങൾ? ആ 3 പ്രശ്നങ്ങൾ ഇതാണ്. ഒന്ന്, അവരുടെ 1 തെസ്സലോനിക്കറിൽ തന്നെ നമ്മൾ വ്യക്തമായി ചിന്തിച്ചു അവരനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച്. 2 തെസ്സലോനിക്കർ വരുമ്പോൾ ആ പീഡനങ്ങൾ കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, പീഡനങ്ങൾ വർദ്ധിച്ചു. അപ്പം ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള തീവ്രമായ പീഡനത്തിലൂടെ ദൈവമക്കൾ, മാസിഡോണിയയിലെ ദൈവമക്കൾ കടന്നു പോകുന്നു. ഇതിന്റെ നടുവിൽ അവർക്കുണ്ടായ പ്രയാസങ്ങൾ, അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒന്ന്, തീവ്രമായ അവർ നേരിട്ട പീഡനം. എന്താണ് അതിന് കാരണം എന്നറിയാമോ? ഗ്രീക്ക്, റോമ, കൂടാതെ അവരുടെ ദേശവാസികളായ യഹൂദരായ ആൾക്കാർ, ഇവരിൽ നിന്നെല്ലാം കർത്താവിന് വേണ്ടി വേർപെട്ട തന്റെ ജനത്തിന് പീഡനം ഉണ്ടായി. ഗ്രീക്ക് ആൾക്കാരുണ്ട്, റോമ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ യഹൂദന്മാർ. നമുക്കും അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ടൊക്കെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ പൊന്നോ, അതുവരെ ശത്രുക്കളായിരുന്നു നമുക്ക് വേണ്ടി അവരങ്ങ് മിത്രങ്ങളാവും. പിന്നെ കൂട്ടമായി നമ്മളെ ആക്രമിക്കാനുള്ള അവരുടെ തീവ്രതയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൂട്ടമായി നമ്മളെ കുറ്റം പറയാനും തീവ്രമായി ആക്രമിക്കാനും നമ്മളെ പരിഹസിക്കാനും, അതെ, പലരും പല തട്ടിൽ നിൽക്കുന്ന, പല ചേരിയിൽ നിൽക്കുന്ന, പല വിശ്വാസമുള്ളവർ വരെ ഒന്നിച്ചു കളയും. ആരെ എതിരിടാൻ? യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ എതിരിടാൻ. അത് യേശു അനുഭവിച്ചതാണ്. യേശുവിന്റെ ക്രൂശീകരണ വേളയ്ക്ക് മുമ്പ് എന്ത് സംഭവിച്ചു? പീലാത്തോസും ഹെരോദാവും വൈരികളായിരുന്നു. പക്ഷെ യേശുവിനെ എതിരിടാൻ വന്നപ്പോ 2 പേരും കൂടെ കൂട്ടായി. അപ്പൊ ഇതൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ അപൂർവമായി എന്തോ സംഭവിച്ചെന്ന് വെച്ച് ആശ്ചര്യപ്പെട്ടു പോകാൻ പാടില്ല. എന്തോ സംഭവിച്ചത്? തെസ്സലോനിക്ക, അതായത് മക്കോദോന്യ പ്രദേശത്തുള്ള സഭകളിൽ ഒന്നായ തെസ്സലോനിക്ക സഭ, ഒരു സഭേത ഫിലിപ്പിയ സഭ, വേറൊരു സഭേത ബെരോവ, ഇങ്ങനെ യൂറോപ്പിന്റെ ഒരു ഭാഗത്തുള്ള, അന്നത്തെ ഗ്രീസിന്റെ നോർത്ത് അറ്റത്തുള്ള അപ്പോസ്തലൻ പല പീഡനങ്ങൾ സഹിച്ച്, ഫിലിപ്പിയിലെ പീഡനം സഹിച്ച് അവിടെ നോടി തെസ്സലോനിക്കയിലെത്തി. അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടു. അവിടെ എല്ലാവരുടെ തന്നെ ശരിക്കും ഉപദ്രവിച്ചു. അവിടെ നോടി ബെരോവയിലെത്തി. അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടു. അവിടെയും തെസ്സലോനിക്കയിലെ ആൾക്കാർ കൂട്ടമായി വന്ന് ബെരോവയിൽ തന്നെ ഉപദ്രവിച്ചു. താൻ അവിടുന്ന് അഥേനയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പീഡനങ്ങളുടെ നടുവിൽ സ്ഥാപിക്കപ്പെട്ട സഭ. ആ സഭയ്ക്കും പീഡനം ഉണ്ടായി. റോമക്കാര്, ഗ്രീക്ക് ആൾക്കാര്, യഹൂദന്മാര് എല്ലാവരും തങ്ങളാൽ ആവോളം ഈ തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസികളെ പീഡിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരൊരു മൈനോറിറ്റി ആയിരുന്നു. വയലന്റ് ഒപ്രഷൻ, വളരെ എന്താ പറയണ്ടേ, ശക്തമായ എതിർപ്പ് അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഇത് ഒരു പ്രശ്നമായി. അതായത് പീഡനങ്ങൾ കുറഞ്ഞില്ല, പീഡനങ്ങൾ വർദ്ധിച്ചു. അപ്പോഴും വിശ്വാസത്തിന് യാതൊരു കുറവും സംഭവിച്ചു. അത് നമ്മൾ തെസ്സലോനിക്ക 2 തെസ്സലോനിക്കർ 1 വായിക്കുമ്പോൾ മനസ്സിലാവും. പിന്നീട് നമ്മൾ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് നമ്മൾ വായിച്ച് ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള സമയത്ത് നമ്മൾ ആമുഖമായിട്ടാണ് ചിന്തിക്കുന്നത്. ഒരു സമ്മറി പോലെ നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തുകയും
മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നതും ആഗ്രഹിക്കുന്നു. അപ്പൊ പീഡനങ്ങൾ കുറഞ്ഞില്ല, പീഡനങ്ങൾ വർദ്ധിച്ചു. അതിനേക്കാൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ അവർക്കൊരു വലിയ സംശയം, ഒരു ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടായി. കർത്താവിന്റെ ഒരു മടങ്ങിവരവ് സംഭവിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ്, അതായത് കർത്താവിന്റെ നാൾ വന്നു എന്ന് അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനം എന്ന നിലയിൽ ചിലർ അവരുടെ നടുവിൽ അത് തെറ്റായി പ്രചരിപ്പിച്ചു. അതവരെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സംശയം ഉണ്ടാകാതിരിക്കാൻ ഒരു വാക്യം വായിക്കുന്നത് അത്യന്താപേക്ഷിതം ആയതുകൊണ്ട് 2 തെസ്സലോനിക്കർ 1-ന്റെ അല്ല 2 തെസ്സലോനിക്കർ 2-ന്റെ 2-ാം വാക്യം. ഈ സഭയിലെ പ്രശ്നമാണല്ലോ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അപ്പം അവര് നേരിട്ട പ്രധാന വിഷയം എന്ന് ചോദിച്ചാൽ ആ പ്രധാന വിഷയം ഇവിടെ പറയുന്നു, അവർക്ക് ആശങ്ക ഉണ്ടാക്കി കളഞ്ഞു, അവരെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു, അവര് ആശയക്കുഴപ്പത്തിലായി. കാരണം നമ്മൾ കഴിഞ്ഞ 1 തെസ്സലോനിക്കർ ചിന്തിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു, കർത്താവിന്റെ നാളിനെ കുറിച്ച് അല്പമായി പറഞ്ഞിരുന്നു. ആ കർത്താവിന്റെ നാളിൽ പ്രതികാരം നടക്കുമെന്നും പീഡിപ്പിച്ചവർക്ക് പീഡ കൊടുക്കുമെന്നും തങ്ങൾക്ക് ആശ്വാസം വരുമെന്നും അപ്പോസ്തലൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ച് വരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ചോദിച്ചാൽ മത്തായി സുവിശേഷം 24, മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം ഇത് യേശുവിന്റെ പ്രസംഗങ്ങൾ, യേശുവിന്റെ ഉപദേശങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഇരുന്നപ്പോൾ അതിവിടെ പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ആ വാക്കും അവരെ ഓർപ്പിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2-ന്റെ 5-ാം വാക്യം. നിങ്ങളോട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല. അപ്പൊ അപ്പോസ്തലൻ കേവലം 3 ആഴ്ച അല്ല, 1 മാസം അവരോടൊപ്പം ആയിരുന്നപ്പോൾ അപ്പോസ്തലൻ അവരോട് പറഞ്ഞിരുന്നു. കർത്താവിന്റെ വരവിന്റെ പല കാര്യങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സഭ ഇപ്പൊ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ പോവാം. എന്തെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ ഒന്നുചേർന്ന് തങ്ങളാൽ ആവോളം യഹൂദന്മാരും റോമാക്കാരും ഗ്രീക്കുകാരും എല്ലാവരും ചേർന്ന് ക്രിസ്തുവേശുവിനോട് ചേർന്ന് നിൽക്കുന്ന യേശുവിന്റെ അനുയായികളായ ഈ ചെറിയ കൂട്ടത്തെ പീഡിപ്പിക്കുന്നതിൽ അവർ വളരെ ശക്തന്മാരായി തീർന്നു. അപ്പോൾ ഇവര് കരുതിയത് കർത്താവിന്റെ നാളിൽ പ്രതീക്ഷിച്ചിവരിയ്ക്കുക, കർത്താവിന്റെ നാൾ വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? അതാണല്ലോ 2 തെസ്സലോനിക്കർ പറയുന്ന, പീഡിപ്പിക്കുന്നവർക്ക് പീഡ കൊടുക്കും, ദുഃഖം അനുഭവിക്കുന്ന നമുക്ക് ആശ്വാസം. അങ്ങനെ പ്രതീക്ഷയോടെ ഇവർ ഈ പീഡനങ്ങളെ നേരിടുക. അവരുടെ വിശ്വാസത്തിന് ഒരു കുറവും വന്നില്ല, അവരുടെ പ്രത്യാശയ്ക്ക് പങ്കും വന്നില്ല, അവരുടെ പരസ്പരമുള്ള സ്നേഹത്തിന് ഒരു കോട്ടവും തട്ടിയില്ല. തെളിവ് വേണോ? തെളിവ് 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ, സഹോദരന്മാരെ നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു, ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാണ്. ഞങ്ങൾ യോഗ്യമാവണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കും. ശരിക്കും അവർ കടന്നു പോകുന്ന വഴികൾ, അവരുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളും ഒക്കെ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങള് പ്രശംസിക്കാൻ കാരണമാണ് മറ്റു സഭകളിലോടൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പൊ അവർക്ക് വിശ്വാസനോ പ്രത്യാശക്കോ സഹോദര സ്നേഹത്തിനോ ഈ പീഡനങ്ങൾ ബാധിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള സന്തോഷ വാർത്ത അപ്പോസ്തലൻ ആദ്യമേ പരാമർശിക്കുന്നു. എങ്കിലും ഒരു കാര്യം അവിടെ സംഭവിച്ചു, പീഡനങ്ങൾ വർദ്ധിച്ചതല്ല അവരെ തളർത്തിക്കളഞ്ഞത്, കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു. കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു. അതായത് ഇങ്ങനെ കഴിഞ്ഞ 5-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ, കള്ളൻ വരുന്നത് പോലെ. നമ്മൾ 5-ന്റെ 2-ാം വാക്യത്തിൽ ചിന്തിച്ചു, 1 തെസ്സലോനിക്കർ 5-ന്റെ 2, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ എന്ന് അപ്പോസ്തലൻ അവരോട് പറഞ്ഞിരുന്നു. ഇപ്പൊ തേണ്ടടാ കുറെ ആൾക്കാർ വന്നിട്ട് പറയുകയാണ്, അപ്പോസ്തലൻ തന്നെയാ എഴുതി അയച്ചേക്കുന്ന ലേഖനങ്ങൾ എഴുതി, അല്ലെ അപ്പോസ്തലന്റെ പേര് പറഞ്ഞുകൊണ്ട്
ഇവരോട് പറഞ്ഞു. അങ്ങനെ അപ്പോസ്തലൻ പറഞ്ഞ പോലെ കള്ളൻ രാത്രിയിൽ വരുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ രാത്രി വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നത് പറഞ്ഞു. അതുപോലെ വന്നു കഴിഞ്ഞു. ഇതവരെ തകർത്തു കളഞ്ഞു. കാരണം എന്നു ചോദിച്ചാൽ, അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാര്യം ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിലെ അവർ സങ്കടപ്പെട്ട കാര്യമെന്നും ചോദിച്ചാൽ, അത്രയും തീവ്രമായ പീഡനങ്ങളുടെ നടുവിൽ അവർക്ക് സങ്കടം ഉണ്ടായെന്നറിയാമോ? കള്ളൻ രാത്രി വരും പോലെ കർത്താവ് വന്നു, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ കർത്താവ് ഒരു പ്രതികാരവും ചെയ്തില്ല, ഒരു പകരവും കൊടുത്തില്ല. അത് അവരുടെ ഹൃദയത്തെ വല്ലാതെ ആടി ഉലച്ചു, അവരുടെ മനസ്സ് തകർത്തു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടായി, അവർക്ക് സംശയം ഉണ്ടായി, അവർ വേദനിച്ചു പോയി. ഈ ഒരു അനുഭവം, ഈ വാർത്ത അവിടെ എത്തിയപ്പോൾ അപ്പോസ്തലൻ ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് 2 തെസ്സലോനിക്കർ. മൂന്നാമത്തെ ഒരു പ്രോബ്ലം കൂടെ അവിടെ ഉണ്ടായി. ആ പ്രോബ്ലം ഇതാണ്. നമ്മളത് 1-ാം ലേഖനത്തിൽ ചിന്തിച്ചതാണ്. ആൾക്കാർ ഇങ്ങനെ കൂടെ ചിന്തിച്ചു, കർത്താവ് വരുമെന്ന് പറഞ്ഞല്ലോ, വേഗത്തിൽ വരുമെന്ന് പറഞ്ഞല്ലോ, നിങ്ങളെ ചേർത്തുകൊള്ളെന്ന് പറഞ്ഞല്ലോ. നോർമലായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ, ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ജോലി അങ്ങ് നിർത്തി. അവർ ജോലിക്ക് പോകുന്ന നിർത്തിയിട്ട് അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, ഇനി ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കർത്താവ് ഇപ്പം തന്നെ വരും. അതുകൊണ്ട് ഇനി നോർമൽ ജോബുകൾ അവര് ഉപേക്ഷിച്ചു. അവരെല്ലാം അലസ്തരായി തീരാൻ തുടങ്ങി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഞാൻ അപ്പോൾ തന്നെ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൽ നിന്നും ആ വാക്യം ചിന്തിച്ചു. അത് നമ്മൾ തുടർന്ന് പിന്നീട് നമ്മൾ വേഴ്സ് ബൈ വേഴ്സ് ആയി ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പൊ ഈ 3 പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് 2 തെസ്സലോനിക്കർ ലേഖനം എഴുതേണ്ടതായി വന്നത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 3 പ്രധാന പ്രശ്നങ്ങൾ സഭ നേരിടുന്നു. 1, തീവ്രമായ പീഡനം. 2, കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു, കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞു, വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രതികാര വർഷം ഉണ്ടാകുന്നില്ല, ദൈവം പീഡിപ്പിക്കുന്നവർക്ക് പീഡ കൊടുക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള അവരുടെ വേദനയും ആശയക്കുഴപ്പവും. 3, അവിടെ ഒരു വാർത്ത തിമോത്തിയോസ് അവിടെ പറഞ്ഞിരുന്നു. തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇടയിൽ നോർമലായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ, ജോലി ചെയ്തുകൊണ്ടിരുന്നവർ, ഉപജീവന മാർഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവർ കർത്താവ് ഉടനെ വരുമെന്ന് പറഞ്ഞ് ജോലിയൊക്കെ നിർത്തി. അവരിപ്പം ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കാൻ തുടങ്ങി. അപ്പോൾ ജോലി ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമായി ഇവരെ കൂടെ സംരക്ഷിക്കണം. അങ്ങനെ 3 പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള, അതിന് അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കത്താണ് ഈ 2 തെസ്സലോനിക്കർ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് അവരോട് സംസാരിക്കുകയാണ് ഈ കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലൻ എന്ത് ചെയ്യാന്നറിയോ? 3 കാര്യങ്ങൾ അവിടെ ചെയ്യും. 1, പീഡനങ്ങളുടെ നടുവിലും പ്രത്യാശ കൈവിടാൻ പാടില്ല. ഹോപ്പ് ഡെസ്പൈറ്റ് പെർസിക്യൂഷൻ. എത്ര വലിയ പീഡനങ്ങൾ വന്നാലും പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ പാടില്ല. 2, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, കൃത്യമായ ദൈവവചന വിശകലനത്തിലൂടെ അവർക്ക് യേശുവിന്റെ നാളിനെ കുറിച്ച്, കർത്താവിന്റെ വരവ്, കർത്താവിന്റെ നാളിനെ കുറിച്ചുള്ള ഒരു വ്യക്തതയും ഒരു കൃത്യതയും കൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു, അതിനെ അഡ്രസ് ചെയ്യുന്നു. 3, അലസരായിരിക്കുന്നവരെ ചലഞ്ച് ചെയ്തുകൊണ്ട്, അങ്ങനെ പാടില്ല, ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ എങ്ങനെ ആയിരുന്നു, ഞങ്ങളും കർത്താവ് ഇപ്പോൾ വരുമെന്ന് തന്നെ പറഞ്ഞ കാത്തിരിക്കുന്നവരായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നടുവിൽ ജീവിച്ചതെന്നുള്ള അവരെ വ്യക്തമായി, അങ്ങനെയുള്ളവരെ അവരെ അഡ്രസ് ചെയ്യുകയാണ്. പാടില്ല, അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ക്രമം കെട്ട ഒരു ജീവിതത്തിന് വേണ്ടി അല്ല കർത്താവിന്റെ വരവിനെ നിങ്ങൾ മുന്നിൽ നിർത്തേണ്ടതെന്നുള്ള അപ്പോസ്തലൻ അവർക്ക് മറുപടി കൊടുക്കുന്ന കത്താണ് 2 തെസ്സലോനിക്കർ. അതുകൊണ്ട് രാത്രി നമ്മൾ ഈ ദൈവവചനങ്ങളെ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ഒരു കാര്യം ഉറപ്പായി അവരോട് പറയണമായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വരവ് ഒരിക്കലും, the return of Jesus never inspire fear but rather hope and confidence. യേശുവിന്റെ 2ാമത്തെ വരവ് ഒരിക്കലും നമ്മളെ ഭയത്തിനടിമകളാക്കത്തില്ല. നമുക്ക് തരുന്ന ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, ഭയപ്പെട്ട് അയ്യോ പേടിച്ച് അയ്യോ എന്ന് പറയുന്ന ഒരു ഭയമല്ല നമ്മൾ ഉളവാക്കേണ്ടത്. പ്രത്യാശയും ധൈര്യവും ഉറപ്പുമാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടതെന്ന് അവരെ ഓർപ്പിച്ചു നിർത്തുന്ന
വേദഭാഗമാണ് 2 തെസ്സലോനിക്കർ. ഇന്ന് രാത്രി ഞാൻ ഈ ദൈവവചന ചിന്തകളെ ആമുഖമായി ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കും അപ്പോസ്തലൻ എങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങൾ അവരോട് അഡ്രസ്സ് ചെയ്തെന്നുള്ളത്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ദൈവത്തിന്റെ നീതി വെളിപ്പെടുക തന്നെ ചെയ്യും. ആ നീതി എങ്ങനെ വെളിപ്പെടും എന്നുള്ളത് അവരോട് പറയുന്ന ഭാഗങ്ങളാണ് തുടർന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ആമുഖമായി ഈ ചിന്തകളെ നമ്മുടെ മനസ്സിൽ ഒന്ന് ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായി നമ്മൾ തലകളെ വണക്കുകയും നമ്മൾ പ്രാർത്ഥിക്കാനായി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ദൈവസഭ മനസ്സിലാക്കണം. ഞാൻ ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിലും ഞാനത് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവസഭ ഏത് പ്രശ്നങ്ങൾ നേരിട്ടാലും ശിരസ്ഥാകുന്ന ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട്, നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട്, തന്റെ ആത്മാവിനെ നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നതുകൊണ്ട് കാലാകാലങ്ങളായി സഭ നേരിടുന്ന ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ, ഏത് ദുരുപദേശങ്ങളായിക്കോട്ടെ, ചതിവിന്റെ മുഖത്തോടെ ആര് സമീപിച്ചോട്ട് പൗലോസ് എഴുതാത്ത കത്ത് പൗലോസ് എഴുതിയെന്ന് പറഞ്ഞ് തെറ്റായി പ്രചരിപ്പിച്ചോട്ട് അതിനെല്ലാം ഒരു പരിഹാരവും, അതിനെല്ലാം ദൈവത്താൽ ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടെന്ന് സഭ വിശ്വസിക്കണം. ഇന്ന് രാത്രി സഭയ്ക്കുള്ള ഒരു ദൂതാണ്. സഭ ഇന്ന് രാത്രി ആ ദൂത് ഏറ്റെടുക്കണം. ദൈവസഭയുടെ സഭയ്ക്കകത്ത് എന്തെല്ലാം ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ ദൈവസഭയെ മല്ലപ്പെടുത്താൻ ആത്മാർത്ഥമായി കർത്താവിനെ സേവിക്കുന്ന, ജീവിതത്തിന്റെ കഷ്ടങ്ങളിൽ പതറിപ്പോകാതെ യേശുവിന്റെ വരവിനായി ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമൈതലും ഒരു ശിഷ്യനും ഇടറിപ്പോകാതെ അവരെ നിലനിർത്താനുള്ള ദൈവവചനം അന്ന് മാത്രമല്ല ഇന്നുമുണ്ട്, കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഉറപ്പിക്കാൻ തയ്യാറാണോ? മനസ്സൊന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ തയ്യാറാണോ? പല പ്രശ്നങ്ങളെ നമ്മൾ നേരിടുന്നുണ്ട്, പല ആശങ്കകൾ നമുക്കുണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന് നമ്മൾ സംസാരിക്കാൻ ഒരു ദൂതുണ്ട്. ആശങ്കകളെയും ആശയക്കുഴപ്പങ്ങളെയും കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം അതെ ഒരു ശിരസ് നമുക്കുണ്ട്. ചൈതന്യം പകരുന്ന, സംശയങ്ങളെ തീർക്കുന്ന, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന, തെറ്റുകളെ തിരുത്തുന്ന ചതിയന്മാരെന്ന് കാണിച്ചു തരുന്ന കപടഭക്തിക്കാരനും കള്ള അപ്പോസ്തലന്മാരെ, കള്ള പ്രവാചകന്മാരെ, കള്ള ഇടയന്മാരെ, കള്ള ഉപദേഷ്ടാക്കന്മാരെ കീറി മുറിച്ച് വേർതിരിച്ച് വിവേചിച്ച് കാണിച്ചു തരുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് സഭ ഭയപ്പെടേണ്ട കാര്യമില്ല. പീഡനങ്ങൾ വന്നാൽ സഭ ഭയപ്പെടരുത്. ചതിയന്മാർ എഴുന്നേറ്റാൽ സഭ ഭയപ്പെടരുത്. അതെ, കഷ്ടങ്ങൾ വർദ്ധിച്ചാൽ സഭ ഭയപ്പെടരുത്. സഹോദര പ്രീതി നഷ്ടമാകരുത്, ദൈവത്തോടുള്ള സ്നേഹം നഷ്ടമാകരുത്, വിശ്വാസം ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല. കാരണം നമ്മളെ ഒരുക്കിയെടുക്കാൻ ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സദാ നിരതമാണ്, പ്രവർത്തന നിരതമാണ്. നാം ഇനാക്റ്റീവ് ആകാതിരുന്നാൽ മതി, നാം അതെ നിഷ്ക്രിയരാകാതിരുന്നാൽ മതി. പരിശുദ്ധ ആത്മാവും ദൈവത്തിന്റെ വചനവും ഒരുപോലെ പ്രവർത്തന നിരതമായിരിക്കുകയാണ് സഭയെ ഒരുക്കിയെടുക്കാൻ. നമ്മളെ എങ്ങനെ നിർത്താനെന്നറിയോ? കേടായി പോകാനല്ല, കേടാകാതെ ചീഞ്ഞു പോകാതെ ദൈവ കർത്താവിന്റെ തേജസ്സിങ്കൽ വെളിപ്പെടുന്ന രൂപാന്തരപ്പെടുന്ന വ്യക്തികളായി തീർക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കതിനായി ഒരുങ്ങാം. വീണ്ടും ദൈവനോട് സംസാരിപ്പാൻ, നമ്മളോട് ഇടപെടുവാൻ, കട്ടിയായുള്ള ആഹാരം ഭക്ഷിച്ച് നമുക്ക് വളരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.